നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th മാത്സിൻ്റെ തേർഡ് ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ആണ്. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ഫോം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ദ ഫോളോയിങ് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻസ് ബൈ ദ എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്, അത് വെച്ചിട്ട് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ 5 സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആദ്യത്തെ 2 സബ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. If we add 1 to the numerator and subtract 1 from the denominator, a fraction reduces to 1. It becomes half if we only add 1 to the denominator, then what is the fraction? അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒരു ന്യൂമറേറ്റർ, ഒരു ഫ്രാക്ഷൻ ഉണ്ട് അല്ലേ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അവർ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ഇന്ന ഫ്രാക്ഷൻ ആവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് ദ ന്യൂമറേറ്റർ നമുക്ക് എന്തായിട്ട് എടുക്കാം? ന്യൂമറേറ്റർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ ഡിനോമിനേറ്റർ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഞാൻ ഷോർട്ട് ഫോം ആയിട്ടാണ് എഴുതുന്നത്. ഡിനോമിനേറ്റർ നമുക്ക് വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്തായിരിക്കും? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് അപ്പോൺ എക്സ് ഡിവൈഡഡ് ബൈ വൈ ആണല്ലേ, എക്സ് ബൈ വൈ. അപ്പോൾ ന്യൂമറേറ്റർ അതിനെ എക്സ് ആയിട്ട് എടുത്തു, ഡിനോമിനേറ്റർ വൈ ആയിട്ട് എടുത്തു. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ആണ്. ഇനി അവരെന്താ പറഞ്ഞിരിക്കണേ? ഇഫ് വി ആഡ് 1 ടു ദ ന്യൂമറേറ്റർ. അപ്പോൾ ഞാൻ ന്യൂമറേറ്റർ എക്സ് ആയിരുന്നു, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, അപ്പോൾ എക്സ് പ്ലസ് 1. ആൻഡ് സബ്ട്രാക്ട് 1 ഫ്രം ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഞാൻ എടുത്തത് വൈ ആണ്, അതിൽ നിന്ന് 1 ആണ് സബ്ട്രാക്ട് ചെയ്യണത്. അപ്പോൾ എന്തായി? ദ ഫ്രാക്ഷൻ റെഡ്യൂസസ് ടു 1. അപ്പോൾ ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് അവർ ഫസ്റ്റ് കണ്ടീഷൻ തന്നിരിക്കണം, അതായത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതെങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 ഇൻറ്റു വൈ മൈനസ് 1. അതായത് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു വൈ മൈനസ് 1 എന്ന് പറയുന്നത് വൈ മൈനസ് 1 തന്നെയാണ്. പിന്നെ ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എക്സ് ഇവിടെ നിർത്തി, വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് വൈ അല്ലേ. ഈ -1 ഇവിടെ തന്നെ, ഈ +1 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -1. നമ്മളെല്ലാം ഇക്വേഷൻ സോൾവ് ചെയ്യണതിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു -1 എന്താണ്? -2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. ഇറ്റ് ബിക്കംസ് ഹാഫ് ഇഫ് വി ഓൺലി ആഡ് 1 ടു ദ ഡിനോമിനേറ്റർ. അതായത് ന്യൂമിനേറ്ററിന് ഒന്നും ചെയ്യണില്ല, അപ്പോൾ അത് എക്സ് തന്നെ. ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്തു? ഒരു 1 ആഡ് ചെയ്തു. അതായത് ഡിനോമിനേറ്റർ വൈ ആയിരുന്നു, 1 ആഡ് ചെയ്തു. അപ്പോൾ ഫ്രാക്ഷൻ എന്തായത്? ഹാഫ് അല്ലെ, 1/2. അപ്പോൾ ഇതിന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പം 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഈക്വൽ ടു 1 ഇൻറ്റു വൈ പ്ലസ് 1. അതെന്ന് പറയുന്നത് വൈ പ്ലസ് 1 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2x, വൈ ഇങ്ങോട്ട് വരുമ്പോൾ -y ഈസ് ഈക്വൽ ടു 1. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻ കിട്ടിയല്ലോ. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ എക്സ് മൈനസ് വൈയും ഇവിടെ 2x മൈനസ് വൈ, വൈയുടെ കോഎഫിഷ്യൻ്റ് ഒക്കെ 1 തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടും നെഗറ്റീവ് സൈനാണ് വരുന്നത് അല്ലേ, രണ്ടും മൈനസാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു -2. രണ്ടാമത്തെ ഇക്വേഷൻ 2x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഞാനിവിടെ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യണത്, അല്ല ആഡ് ചെയ്യല, സബ്ട്രാക്ട് ചെയ്യണേ. ആഡ് ചെയ്യുമ്പോൾ -y -2y ആവും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും സൈൻ ചേഞ്ച് ചെയ്യണം. ഇത് മൈനസ് ആയി, ഇവിടെ പ്ലസ് ആയി, ഇവിടെ മൈനസ് ആവും. അപ്പോൾ എക്സും -2x ആകുമ്പോൾ എന്ത് വരും? -x. വൈയും -yയും ഇതിപ്പോൾ +y ആയില്ലേ, അപ്പോൾ അത് 0 ആയിട്ട് പോയി. -2ഉം -1ഉം -3. അപ്പോൾ -x ഈസ് ഈക്വൽ ടു -3 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ, കാരണം 2 നെഗറ്റീവും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 കിട്ടി. ഞാൻ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് -y എന്നുള്ളടത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 3, -y ഈസ് ഈക്വൽ ടു എന്താണ്? -2. ഇവിടെ 3 -2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? +2. -y അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +y. അപ്പോൾ 3 + 2 ഈസ് ഈക്വൽ ടു y, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്താണ്? 3 + 2. 3 + 2 എത്രയാണ്? 5. അപ്പോൾ y ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 3, വൈയുടെ വാല്യൂ 5. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷനാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. ഫ്രാക്ഷൻ എന്തായിരുന്നു? എക്സ് ബൈ വൈ എന്നാണ്. എക്സ് ഇവിടെ എന്താണ്? 3, വൈ എന്താണ്? 5. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്താണ്? 3/5. അപ്പോൾ മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഒരു പ്രോബ്ലം കൂടി നമുക്ക് സോൾവ് ചെയ്യാം. 5 years ago നൂറി വാസ് thrice as old as സോനു. അപ്പോൾ 5 ഇയേഴ്സിന് മുമ്പ് നൂറിയുടെ വയസ്സ് എന്ന് പറയുന്നത് സോനുവിനേക്കാൾ ത്രൈസ് 3 ഇരട്ടി കൂടുതലായിരുന്നു.
10 years later, ഇനി 10 years കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറിയുടെ വയസ്സ് എത്രയാവും? സോനുവിൻ്റെ ഡബിൾ ആവും. ട്വൈസ് പറഞ്ഞിരിക്കുന്നത്, ഡബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരുടെയും വയസ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്താണോ ചോദിച്ചിരിക്കുന്നത് അവരെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ വയസ്സ്, അത് നമുക്ക് ഒരാളുടെ എക്സും ഒരാളുടെ വൈ ആയിട്ട് എടുക്കാം. ലെറ്റ് ദ ഏജ് ഓഫ് നൂറി ഈസ് ഈക്വൽ ടു എക്സ് ഇയേഴ്സ്. അതുപോലെ തന്നെ ലെറ്റ് ദ ഏജ് ഓഫ് സോനു ഈസ് ഈക്വൽ ടു വൈ ഇയേഴ്സ്. അപ്പോൾ നൂറിയുടെ നമ്മൾ എക്സും സോനുവിൻ്റെ നമ്മൾ വൈ ആയിട്ട് എടുത്തു. ഇനി കണ്ടീഷൻ നോക്കിയേ, 5 years എഗോ. അപ്പോൾ 5 years എഗോ നൂറിയുടെ വയസ്സ് എത്രയായിരിക്കും? എക്സ് മൈനസ് 5 അല്ലേ? എക്സ് മൈനസ് 5 ആയിരിക്കും. സോനുവിൻ്റെ എത്രയായിരിക്കും? ദ ഏജ് ഓഫ് സോനു ഈസ് ഈക്വൽ ടു വൈ മൈനസ് 5 അല്ലേ? 5 വർഷം മുമ്പാണ്, അപ്പോൾ 5 വയസ്സ് കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ എക്സ് ആണെങ്കിൽ അന്ന് എക്സ് മൈനസ് 5 ആയിരിക്കും, സോനുവിൻ്റെ വൈ മൈനസ് 5 ആയിരിക്കും. പിന്നെ അവിടെ എന്തൊരു കണ്ടീഷൻ പറയണത്? നൂറി വാസ് ത്രൈസ് ആസ് ഓൾഡ് ആസ് സോനു. അപ്പോൾ നൂറിയുടെ 5 years എഗോ എത്രയായിരുന്നു? എക്സ് മൈനസ് 5ഉം സോനുവിൻ്റെ വൈ മൈനസ് 5. അതിൻ്റെ എത്രയാണ്? ത്രൈസ്. നൂറിയുടെ വയസ്സ് 3 times, അപ്പോൾ 3 into y മൈനസ് 5. ഇത് സോനുവിൻ്റെ വയസ്സാണ്, അതിനേക്കാൾ 3 ഇരട്ടി കൂടുതൽ, അതായത് 3 times ആയിരുന്നു നൂറിയുടെ വയസ്സ്. അപ്പം എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 3 into y മൈനസ് 5. നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു, ഈ 3 ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്ത് വരും? 3y മൈനസ് 3 into 5 15. ഇനി എക്സും വൈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എക്സ് 3y ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 3y മൈനസ് 15 അവിടെ തന്നെ, മൈനസ് 5 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 5. അപ്പോൾ എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 15 പ്ലസ് 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? മൈനസ് 10. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി 10 years later, നമുക്കിവിടെ 10 years later, അപ്പോൾ നൂറിയുടെ വയസ്സ് എത്രയാവും? ഇപ്പോൾ എക്സ് ആണെങ്കിൽ അപ്പോൾ എത്രയാണ്? എക്സ് പ്ലസ് 10. സോനുവിൻ്റെ വയസ്സ് എത്രയായിരിക്കും? വൈ പ്ലസ് 10. ഇനി 10 years later നൂറി വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് സോനു, അതായത് സോനുവിനേക്കാൾ ഡബിൾ. നൂറിയുടെ അപ്പോൾ എക്സ് പ്ലസ് 10 എന്ന് പറയുന്നത് ഡബിൾ ഓഫ് സോനു ആണ് അല്ലേ? ട്വൈസ് ആസ്, അതായത് 2 into y പ്ലസ് 10 ആയിരിക്കും നൂറിയുടെ വയസ്സ് എന്ന് പറയുന്നത്. സിംപ്ലിഫൈ ചെയ്യാലോ. എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 2. നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y പ്ലസ് 2 into 10 20. അപ്പോൾ എക്സ് 2y ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 2y, 20 അവിടെ നിർത്തി, പ്ലസ് 10 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 10. അപ്പോൾ എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 20 മൈനസ് 10 എത്രയാണ്? 10. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നോക്കി ഇവിടെ എക്സ്, ഇവിടെ എക്സ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്താൽ മതി അല്ലേ? ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ എഴുതാം. എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 10, എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഇതിൻ്റെ എല്ലാം സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സും മൈനസ് എക്സും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും, 0 ആവും. മൈനസ് 3y ഇതിപ്പോൾ പ്ലസ് 2y ആണ്, അപ്പോൾ മൈനസ് y, മൈനസ് 10 മൈനസ് 10 എത്രയാണ്? മൈനസ് 20. അപ്പോൾ മൈനസ് y ഈസ് ഈക്വൽ ടു മൈനസ് 20 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്ത് വരും? 20 വരും അല്ലേ? 2 നെഗറ്റീവും ക്യാൻസൽ ആയി പോവും. അപ്പോൾ സോനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 20 ആണെന്ന് കിട്ടി. അങ്ങനെയാണ് ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 10ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് മൈനസ് 2 into yയുടെ വാല്യൂ എത്രയാണ്? 20 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എക്സ് മൈനസ് 2 into 20 എത്രയാണ്? 40. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 10. എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 40 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 40 ആവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 50. അപ്പോൾ നൂറിയുടെ വയസ്സ് നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. അപ്പോൾ ദ ഏജ് ഓഫ് നൂറി ഈസ് ഈക്വൽ ടു 50, ദ ഏജ് ഓഫ് സോനു ഈസ് ഈക്വൽ ടു 20 എന്ന് നമ്മൾ ലാസ്റ്റ് എഴുതണം കേട്ടോ. നമ്മളോട് അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെൻസ് ദ ഏജ് ഓഫ് നൂറി ഈസ് 50 years ആൻഡ് ദ ഏജ് ഓഫ് സോനു ഈസ് 20 years. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. അപ്പം എക്സാമിന് ഈ കറക്റ്റ് ഈ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഇയേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫ്രാക്ഷൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഇതേപോലെ എടുത്ത് അവരെന്താണോ കണ്ടീഷൻ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്